ഹലോ നമസ്കാരം, ഞാൻ രതീഷ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം മത്തങ്ങയും ചെറുപയറും കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക്. മത്തങ്ങയും ചെറുപയറും, അതിനായി ഒരു 1/2 കിലോ മത്തങ്ങ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ, 1 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറുപയർ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ചെറുപയർ കുക്കറിൽ വേവിക്കാനായി വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ അടയ്ക്കാം. ചെറുപയർ നന്നായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇനി മത്തങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടാം. അരിഞ്ഞു വെച്ച സവാള ഇടാം. വെളുത്തുള്ളി. ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. മത്തങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കടുക് വറുത്തെടുക്കാം. സവാള കട്ട് ചെയ്ത് മതി. സവാള നന്നായി ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് മത്തങ്ങ റെഡിയാക്കിയത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മത്തങ്ങയും ചെറുപയറും. അടുത്ത ഐറ്റം എന്തെന്ന് വെച്ചാൽ നല്ല സൂപ്പർ മത്തിയാണ്. അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. നല്ലതായി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ സ്പൂൺ മുളക് പൊടി, 1 ചെറിയ സ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായി മത്തിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു 1/2 മണിക്കൂർ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് വന്നിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല മത്തി ഫ്രൈ, പാലക്കാടൻ മുട്ട, രസം, പപ്പടം, പിന്നെ മത്തങ്ങയും പയറും കൂടി. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയും എത്തുന്നതായിരിക്കും. താങ്ക് യു.